Hey guys, welcome to my channel Jaya Travel Vlog. So guys, ഞാൻ അങ്ങനെ കന്യാകുമാരി സീരീസിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ഞാൻ കാണാനായിട്ട് പോയത് കന്യാകുമാരിയുടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കുമാണ് വട്ടേക്കോട്ടെ ഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫോർട്ടിനെ കുറിച്ച് എനിക്ക് അറിയാനായിട്ട് പറ്റിയത്. സോ ഇങ്ങനൊരു സ്പോട്ട് നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം പോകുന്ന സ്പോട്ട് വന്നിട്ട് വട്ടേക്കോട്ടെ ഫോർട്ടാണ്. അപ്പോൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് ടു വട്ടേക്കോട്ടെ ഫോർട്ട് വരെയുള്ള ഒരു ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് 5 ഗ്രാമം റോഡ് വഴിയാണ്. ആൻഡ് അത് അറൗണ്ട് ഒരു 7 കിലോമീറ്റേഴ്സ് ആൻഡ് 15 മിനിറ്റ്സിൻ്റെ ട്രാവൽ വരും. ആൻഡ് നിങ്ങൾക്ക് കാണാമല്ലോ, റോഡൊക്കെ നല്ല സൂപ്പർ റോഡാണ്. സോ നമുക്ക് എളുപ്പം തന്നെ അവിടെ എത്താനായിട്ടും പറ്റി. അപ്പം നമുക്കിനി വട്ടേക്കോട്ടെ ഫോർട്ടിലോട്ട് പോവാം ആൻഡ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ കേസ് നമ്മളങ്ങനെ വട്ടക്കോട്ടെ ഫോർട്ട് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവം എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫോർട്ടിനെ കുറിച്ച് കേട്ടു. അപ്പോൾ അത് എന്താണെന്നൊന്ന് കാണാനായിട്ട് വന്നതാണ്. ആൻഡ് ഇവിടെ നമ്മൾ എത്തുമ്പോഴത്തേക്കും തന്നെ പാർക്കിംഗ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 30 റുപ്പീസ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവർ കളക്ട് ചെയ്യും. അതിനുശേഷം ഈ കാണുന്ന പാർക്കിംഗ് ലോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് ടിക്കറ്റ്സ് എടുക്കാനും പറ്റും. അപ്പോൾ പെർ പേഴ്സൺ ടിക്കറ്റ് വരുന്നത് 25 രൂപയാണ്. ഫോറിനേഴ്സിനൊക്കെ വേറെ 500 റുപ്പീസ് അടുപ്പിച്ച് എന്തോ ആണ് ഫോറിനേഴ്സിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് വട്ടക്കോട്ട എന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഈ കാണുന്ന കോട്ടയാണ് വട്ടക്കോട്ടൈ എന്ന് പറയുന്ന കോട്ട. അപ്പോൾ ഈ വട്ടക്കോട്ടൈ ഫോർട്ടിൽ നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇതുപോലൊരു കുടം പോലത്തെ എന്തോ കാണും. ഇതിപ്പോൾ പഴയ കാലത്തെ വാട്ടർ ടാങ്ക് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പം എന്തായാലും നമുക്കിപ്പോൾ ഫോർട്ടിനകത്തോട്ട് കയറി നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു ഫോർട്ടിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരാളിരിപ്പുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ അകത്ത് കയറിയിരിക്കുകയാണ്. ആൻഡ് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്കിനി ആ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് അകത്ത് ഒരു പാർക്ക് മോഡൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഓരോ 4 സൈഡിലായിട്ട് ഇങ്ങനെ കൽമണ്ഡപങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുവഴി കൂടെ നമുക്ക് മുകളിലോട്ട് പോകാനും പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും മുകളിൽ കയറി നോക്കാം. അപ്പോൾ ഈ ഒരു വട്ടേക്കോട്ടെ ഫോർട്ടിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് തമിഴ്നാട് കന്യാകുമാരിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലോര കോട്ടയാണിത്. ആൻഡ് 18th സെഞ്ച്വറിയിൽ മാർത്താണ്ഡൻ ചെമ്പകരാമനാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്യിപ്പിച്ചത്. ആൻഡ് മെയിൻലി ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് തിരുവിതാംകൂറിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോട്ട പണി കഴിച്ചത്. ആൻഡ് പിന്നെ ഡച്ച് ഈസ്റ്റ് കമ്പനിയുടെ വരവോടെ ഒരുപാട് റെനോവേഷൻസും ഈ ഒരു കോട്ടയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പടി കയറി മുകളിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് ഇതേ കണക്ക് ഫുള്ളിങ്ങനെ കല്ലുകൊണ്ട് കോട്ട, സാധാരണ ഒരു കോട്ട പോലെ കെട്ടിയിരിക്കുകയാണ്. നമുക്കിത് ഈ പടി കൂടെ കയറി മുകളിലോട്ട് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പടിയൊക്കെ കയറി മുകളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു സീനാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഒരു വലിയ മരമുണ്ട്. അതിൻ്റെ തണലിൽ നമുക്ക് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കാം. ബാക്കി സൈഡിലൊക്കെ ഭയങ്കര വെയിലാണ്. ആൻഡ് സൈഡിൽ നമുക്ക് ഇവിടെ ഇതുപോലത്തെ വിൻഡോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ബേസിക്കലി ഇതൊരു വാച്ച് ടവർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പേർപ്പസിനായിരിക്കാം ഇങ്ങനെ ഒരു വിൻഡോ അവർ വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ സൈഡിൽ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ആ സൈഡിൽ ഫുൾ കടലാണ്. നല്ല വൃത്തിയുള്ള കടലാണ് കേട്ടോ. നല്ല ഈ അമേരിക്കയിലൊക്കെ കാണുന്ന കണക്ക് നല്ല ബ്ലൂ കളേർഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു വട്ടേക്കോട്ടെ ഫോർട്ടിൽ ഈവനിങ് ടൈം വരുന്നതായിരിക്കും ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഒരു 4 മണി ടൈമിലൊക്കെ വരുവാണെങ്കിൽ വെയിലൊക്കെ താന്നിട്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ നല്ല സമാധാനമായിട്ട് നിന്നത് ഈ അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുമ്പോൾ ഒരു ഈവനിങ് ടൈം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ.
ഓക്കെ, ആൻഡ് ഈ ഒരു വട്ടിക്കോട്ടി ഫോർട്ടിൻ്റെ ടൈമിങ്സ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇത് ഓപ്പൺ ആണ്. ആൻഡ് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവർ ടൈമിംഗ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് വട്ടിക്കോട്ടി ഫോർട്ടിൽ കാണാനായിട്ടുള്ളത്. ഈ കാണുന്ന തന്നെയാണ് ഈ 4-5 കൽമണ്ഡപവും പിന്നെ തണലിനായിട്ട് ഇതുപോലെ വലിയ മരങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ പിക്നിക്കിനൊക്കെ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണിത്. പിന്നെ നമ്മൾ ഇത് പടി കടന്ന് മുകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ ഒരു അടിപൊളി വ്യൂ മേളിൽ നിന്ന് തന്നെ കിട്ടും. അതൊക്കെയാണ് ഈ ഒരു ഫോർട്ടിൽ കാണാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് വന്നിരിക്കുന്നത് കന്യാകുമാരി ലൈറ്റ് ഹൗസിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റ്സൊക്കെ എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ ടിക്കറ്റ്സൊക്കെ എടുത്തതിന് ശേഷം നമുക്കിനി ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് കയറാം. ആൻഡ് ഇവിടുത്തെ ലൈറ്റ് ഹൗസിന് അങ്ങ് മേള് വരെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ തന്നെ അങ്ങ് മേളിൽ വരെ കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലൈറ്റ് ഹൗസിൽ കയറാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് റേറ്റും കാര്യങ്ങളും പിന്നെ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് പാർക്കിങ്ങിന് വലിയ സൗകര്യമൊന്നുമില്ല. അങ്ങനെ അവർ ഉള്ളിടത്ത് പാർക്ക് ചെയ്യുമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 വണ്ടി വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമില്ല. അതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ബാക്കി റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ നമുക്കിനി അകത്ത് കയറാം. അപ്പോൾ ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ എൻട്രൻസ്. അപ്പോൾ ആ കാണുന്നതാണ് ലിഫ്റ്റ്. അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കയറാം. അപ്പോൾ കേസ്, എനിക്ക് ഈ ഒരു ലിഫ്റ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 സൈഡിലും ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് കന്യാകുമാരിയുടെ ഒരു ഏരിയൽ വ്യൂ തന്നെ ശരിക്കും കാണാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ കണ്ട തിരുവള്ളുവാറിൻ്റെ സ്റ്റാച്ചുവും വിവേകാനന്ദ പാറയകതവും നമുക്ക് കാണാനായിട്ട് പറ്റും. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ഫൈനലി ഇതാ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മുകളിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് ലൈറ്റ് ഹൗസിൽ നമുക്ക് മുകളിൽ വരെ ലിഫ്റ്റ് വരെ കയറാം. ഇതിൻ്റെ മുകളിൽ സ്ഥലമുണ്ട്, പക്ഷെ അത് സ്റ്റാഫ്സിന് മാത്രമായിട്ടുള്ളതാണ്. പക്ഷേ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, ലിഫ്റ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും വരികയും ചെയ്യാം, യൂസ് ചെയ്യുകയും പറ്റാം, കാണുകയും ചെയ്യാം. ശരിക്കും ഇതിൻ്റെ മുകളിൽ നിന്ന് ഫുൾ കന്യാകുമാരി കാണാം കേട്ടോ. അത്ര കിടു വ്യൂ ആണ് കേട്ടോ. സൂപ്പർ വ്യൂ. പിന്നെ കടലിൻ്റെ ആ തണുത്ത കാറ്റ്. വെയിൽ മാത്രം മോശമാണ്. അപ്പോൾ ഇത് ഇവിടം വരേ ഉള്ളൂ. നമുക്കത് തുറന്ന് അപ്പുറത്തോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മൾ വന്ന ലിഫ്റ്റും കാര്യങ്ങളും ഒക്കെ. ഇവിടെ നിന്ന് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാനായിട്ട് പോയത്. ആ ഒരു TTDCയുടെ റിസോർട്ട് വരുന്നത് ഇവിടെയാണ് കേട്ടോ. ആ സൈഡിൽ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇതൊക്കെയാണ് കന്യാകുമാരിയുടെ ലൈറ്റ് ഹൗസിൽ കാണാനായിട്ടുള്ളത്. ശരിക്കും നമ്മൾ അതിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഫുൾ കന്യാകുമാരി കാണാം. അത്ര അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന്. ആൻഡ് എനിക്ക് ഇവിടെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഏറ്റവും അടിപൊളി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഫ്റ്റ്. നമുക്ക് മുകളിൽ വരെ ഇവിടെ വരികയും ചെയ്യാം. ഇതിന് തൊട്ട് മുകളിലും ഉണ്ട്, പക്ഷെ നമുക്ക് അത് സ്റ്റാഫ്സിനുള്ളതാണ്. എന്നാലും എല്ലാവർക്കും, എല്ലാ പ്രായക്കാർക്കും ലിഫ്റ്റിൽ കയറി ഇവിടെ നിന്നുള്ള ഈ ഒരു അടിപൊളി വ്യൂ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ലൈറ്റ് ഹൗസിൽ കാണാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാൻ കന്യാകുമാരി ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത് ഞാൻ പോകുന്നത് കന്യാകുമാരി വ്യൂ ടവറിലോട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ ഒരു വണ്ടി കണ്ടു. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ പോയ TTDCയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ റിസോർട്ടിൽ വരുന്ന ആൾക്കാർക്ക് സൈറ്റ് സീയിങ്ങിനും ഇവിടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു വണ്ടിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വ്യൂ ടവറിൽ അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോൾ ഈ ഒരു വ്യൂ ടവർ വന്നിട്ട് നമ്മുടെ ആ ഒരു ബീച്ച് റോഡിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്തൂടെ വേണം നമുക്ക് ഇനി വ്യൂ ടവറിൻ്റെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും തന്നെ താഴെ ഇതുപോലെ അടിപൊളി ഒരു സീൻ നമുക്ക് കാണാൻ പറ്റും. തിരയടിക്കുന്നതും എല്ലാം ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. ആൻഡ് ഈ തീരത്ത് തന്നെ ഒരുപാട് ഞണ്ടുകളുണ്ട് കേട്ടോ. എല്ലാം കണ്ടു നിൽക്കാനായിട്ട് നല്ല രസമായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇത്രയും അടിപൊളി കാഴ്ചയാണെങ്കിൽ ശരിക്കും നമ്മൾ ആ വ്യൂ ടവറിൻ്റെ മുകളിലോട്ട് എത്തുമ്പോഴത്തേക്കും എന്തായിരിക്കും അല്ലേ, ശരിക്കും ഒരു സൂപ്പർ വ്യൂ എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാം കൂടെ. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി മുകളിലോട്ട് കയറി നടക്കാം. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. ശരിക്കും നമ്മളെന്താ കാറ്റിനെ റെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കയറുന്ന ഒരു രീതിയാണ് കേട്ടോ. അത്ര കാറ്റാണ് ഇവിടെ. ആൻഡ് ശരിക്കും അവിടേക്ക് താഴെ തന്നെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ കണ്ടു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ വ്യൂ എല്ലാം പോകും. ശരിക്കും ഇങ്ങനെ കാറ്റിനിങ്ങനെ തള്ളി തള്ളി കയറുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ നമ്മള് മൊത്തത്തിൽ ഇവിടെ 1 2 3 4 5 6 ഫ്ലോർ ഉണ്ട്. എൻ്റെ ഇത് 3ാമത്തെ ഫ്ലോറാണ്. ഹാഫ് വേ ത്രൂ നമ്മൾ എത്തി. ഇനി 3 ഫ്ലോർ കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മുകളിലെത്തും. ശരിക്കും കണ്ണ് പോലും തുറക്കാൻ വയ്യ, കാരണം കാറ്റ് കാരണം മുടി കൊണ്ട് കണ്ണൊക്കെ മാറുകയാണ്. നമുക്ക് എന്തായാലും ഇനി മുകളിൽ കയറാം. ഇവിടെ നിന്നൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും കന്യാകുമാരി ആളേനെ അങ്ങ് മാറിപ്പോയി. ഞങ്ങൾ കൊച്ചിലേക്ക് വരുന്ന ടൈമിൽ ഒരു ടീനേജ് ടൈം വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്തായാലും മാറ്റം അടിപൊളിയാണ് കന്യാകുമാരിയുടെ. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ പുതിയ പുതിയ മാറ്റങ്ങളാണ് കേട്ടോ ഇവിടെ. എൻ്റെ എല്ലാ മാറ്റങ്ങളും നല്ലതുമാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മേളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ ബീച്ചിൻ്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ടവറിലെ വ്യൂ പോയിന്റ്. ശരിക്കും 4 ചുറ്റും കടലാണ്. കാണാനും നല്ല രസമുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുണ്ട് ഈ സീനും. അതിൻ്റെ കൂട്ടത്താണുത്ത കാറ്റ്. രാവിലെയൊക്കെ വെയിലായിരുന്നു, ഞാൻ ഒരുപാട് വിഷമിച്ചെങ്കിലും ദിസ് വാസ് വർത്ത് വെയിറ്റിംഗ് എന്ന് തന്നെ പറയാം. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ കടൽ പച്ച കളറിലായിരിക്കുന്നത് കേട്ടോ. നമ്മൾ തിരയൊക്കെ അടിക്കുമ്പോൾ വേറൊരു ലൈറ്റ് പച്ച കളറിലോട്ട് വരുന്നുണ്ട്. അങ്ങറ്റത്ത് നോക്കുമ്പോൾ കടൽ നീല കളറിലിരിക്കുന്നു. മിഡിൽ നോക്കുമ്പോൾ പച്ചയല്ല നീല അല്ലാത്തൊരു കളറിലിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശരിക്കും നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴാണ് സൺസെറ്റ് പോയിന്റിലോട്ട് പോകാമെന്നുള്ള നെക്സ്റ്റ് തീരുമാനം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി സൺസെറ്റ് പോയിന്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് കന്യാകുമാരി സൺസെറ്റ് വ്യൂ പോയിന്റിലോട്ടാണ്. അപ്പോൾ നമ്മൾ വ്യൂ ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ ബീച്ച് റോഡിൻ്റെ എൻഡ് വരുന്ന സ്ഥലത്താണ് ഈ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ് വരുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ലൊക്കേഷനും കിട്ടും. അപ്പോൾ ഈ ഒരു സൺസെറ്റ് വ്യൂ പോയിന്റിന് എൻട്രൻസ് ഫീസ് വന്നിട്ട് 50 രൂപയാണ്. അതുകൂടാതെ പാർക്കിങ്ങിനും സെപ്പറേറ്റ് ഒരു 50 രൂപ അവർ മേടിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 100 രൂപയുടെ ചിലവാണ് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. ശരിക്കും നല്ല രസമുണ്ട് ഒരു ബീച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണാനായിട്ടും. ഇവിടെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഈവനിങ് വാക്കൊക്കെ സൂപ്പർബായിട്ട് വന്ന് എൻജോയ് ചെയ്യാം കേട്ടോ. അടിപൊളി സ്ഥലം, കാരണം ഇവിടേക്ക് ഇങ്ങനെ ടൈൽസൊക്കെ ഇട്ട് ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ഭാവിയിൽ ചിലപ്പോൾ നമ്മളെ ബീച്ചസ് ഇങ്ങനെ ആവുമായിരിക്കാം. ഇവിടെ അങ്ങ് താഴെ വരെ വണ്ടിയൊക്കെ പോവും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഈവനിങ് വാക്കും അത് കുറച്ചിവിടെയൊക്കെ നടന്ന ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി അങ്ങ് കൊണ്ടിട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചത്. ശരിക്കും
നടക്കുന്ന ഒരു നല്ല കാര്യം തന്നെയാണല്ലോ. ആൻഡ് ഈ ഒരു അടിപൊളി പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കുക എന്ന് പറയുന്നത് ഒരു സെറ്റ് കാര്യമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി താഴോട്ട് പോയി അവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം ഞാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ നൈറ്റ് ലൈഫും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാക്കിന് വന്നതാണ്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റും കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് സൺസെറ്റിൻ്റെ അവിടെയും പോയിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നൈറ്റ് ലൈഫ് കാണാനാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളത്. അപ്പോൾ അതും കൂടെ കാണിക്കാനാണ് കുറച്ചുകൂടെ മുന്നോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ദൂരെ നിന്ന് കണ്ടപ്പോഴേ സംഭവം നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതോ അതുവരെ പോയാൽ ചിലപ്പോൾ ഒരു പതി വരെ കാണിക്കാൻ പറ്റുമായിരിക്കും. നോക്കാം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഗൈസ് ദോ ആ കാണുന്നതാണ് ആ വരുന്ന ഒരു ലൈറ്റ് ഷോ പറയുന്നത്. ശരിക്കും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. കണ്ട ഓരോ കളേഴ്സ് ലൈറ്റ് ചേഞ്ച് ആവുന്നത്. നമുക്ക് കുറച്ചുകൂടെ അകത്തോട്ട് കയറി നോക്കാം, എങ്ങാനും കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ളത്. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം ഇവിടെ മതിലുകൾക്കൊക്കെ വൻ പൊക്കമാണ്. ഇത് അമ്പലത്തിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇത് നമ്മൾ തിരുവല്ലാറുടെ ആ സ്റ്റാച്ചു നിന്ന് നോക്കുമ്പോൾ നമുക്കവിടെ അമ്പലത്തിൻ്റെ ചുവര് കാണുന്നില്ലേ, ആ ഒരു സൈഡാണിത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആ ഗേറ്റിൻ്റെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ലൈറ്റ് ഷോ കാണാനായിട്ട് പറ്റും കേട്ടോ. ശരിക്കും നല്ല രസമുണ്ട്. ഞങ്ങൾ ദൂരെ നിന്ന് വന്നപ്പോഴേ ഓരോ ലൈറ്റ്സൊക്കെ ചേഞ്ച് ആവുന്ന കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ദോ ആ കാണുന്നതാണ് ലൈറ്റ് ഷോ വരുന്നത്. എൻ്റെ കന്യാകുമാരി വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ ഞാനൊരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഒരു 7:45, 8 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. ആൻഡ് ആ ടൈമിൽ പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ കുറേ സ്ഥലങ്ങൾ കണ്ടു. ആൻഡ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടുത്തെ നൈറ്റ് ലൈഫും എന്താണെന്ന് കണ്ടു. ശരിക്കും നല്ല രസമായിരുന്നു. ടയേർഡാണെങ്കിലും എൻ്റെ ഒരു ഒരു ഡേ വെൽ സ്പെൻഡ് തന്നെയായിരുന്നു. അത്ര അടിപൊളി ദിവസമായിരുന്നു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ.